ശ്രീ അനിൽ മണ്ണത്തൂർ. ജനാലപ്പടിയിലൂടെ അരിച്ചിറങ്ങിയ വൈകുന്നേരത്തെ വെയിൽ മങ്ങിത്തുടങ്ങിയിരുന്നു. മേശപ്പുറത്തിരുന്ന ചായക്കപ്പിലേക്ക് നോക്കി സേതുരാമൻ ഒരു നെടുവീർപ്പിട്ടു. തണുത്തുറഞ്ഞ ആ ചായ പോലെയായിരുന്നു അയാളുടെ മനസ്സ്. മുകളിൽ നിന്നും വലിയൊരു ശബ്ദം കേട്ടാണ് സേതുരാമൻ ഞെട്ടിയത്. മകൻ സായുജിന്റെ മുറിയിൽ നിന്നാണ്. പതിവ് പോലെ അവൻ ആരോടോ ദേഷ്യപ്പെടുകയാണ്. അല്പം കഴിഞ്ഞ് സായുജ് താഴേക്ക് ദേഷ്യത്തോടെ ഇറങ്ങി വന്നു. എന്താടാ സായുജെ, എന്തുപറ്റി? എന്തിനാ നീ ഇങ്ങനെ ഉച്ച വയ്ക്കുന്നത്? സേതുരാമൻ പതുക്കെ ചോദിച്ചു. എന്താ എന്നോ? എല്ലാം അച്ഛൻ കാരണമാണ്. അച്ഛന്റെ കാലത്ത് ആലോചിച്ച് നല്ലൊരു ബിസിനസ് തുടങ്ങുകയോ വല്ല സ്വത്തോ കാശോ ബാക്കി വെക്കുകയോ ചെയ്തിരുന്നെങ്കിൽ എനിക്കിന്ന് ഈ 4 കാശിന്റെ ജോലിക്ക് പോകേണ്ടി വരുമായിരുന്നോ? എന്റെ കൂട്ടുകാരെ നോക്ക്, അവരുടെ അച്ഛന്മാർ ഉണ്ടാക്കി വെച്ച് തിന്നു തീർക്കാൻ തന്നെ അവർക്ക് സമയം കാണില്ല. എനിക്ക് മാത്രം ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടണം. സായുജ് മുഖം തിരിച്ചു. അവന്റെ വാക്കുകളിൽ കടുത്ത അമർഷമുണ്ടായിരുന്നു. സേതുരാമൻ ഒന്നും വേണ്ടിയില്ല. അയാളുടെ മനസ്സ് പെട്ടെന്ന് 30 വർഷം പുറകിലേക്ക് സഞ്ചരിച്ചു. അന്ന് ഇതേ പ്രായത്തിൽ സ്വന്തം അച്ഛനായ കേശവൻ നായരുടെ മുന്നിൽ നിന്ന് താൻ പറഞ്ഞ വാക്കുകൾ അയാളുടെ കാതുകളിൽ മുഴങ്ങി. നിങ്ങൾ എനിക്ക് വേണ്ടി എന്തുണ്ടാക്കി വെച്ചു? മറ്റുള്ളവരുടെ അച്ഛന്മാരെയൊക്കെ നോക്ക്. നിങ്ങളെപ്പോലെ ഒരു അച്ഛനെ കിട്ടിയതാണ് എന്റെ ശാപം. അന്ന് തന്റെ വാക്കുകൾ കേട്ട് നിറകണ്ണുകളോടെ തലകുനിച്ചു നിന്ന പാപം അച്ഛന്റെ മുഖം സേതുരാമന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. അന്ന് താൻ ചെയ്ത തെറ്റ് വർഷങ്ങൾക്കിപ്പുറം സ്വന്തം മകനിലൂടെ അതേപടി തിരിച്ചു കിട്ടും. എന്താ അച്ഛാ ഒന്നും മിണ്ടാത്തത്? ഞാൻ പറഞ്ഞത് തെറ്റാണോ? സായുജ് വീണ്ടും ചോദിച്ചു. സേതുരാമൻ പതുക്കെ എഴുന്നേറ്റ് സായുജിനടുത്തേക്ക് നടന്നു. അവന്റെ തോളിൽ കൈവച്ചുകൊണ്ട് ശാന്തമായി പറഞ്ഞു. ഇല്ല സായുജെ, നീ പറഞ്ഞത് തെറ്റല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്. ഞാൻ എന്റെ അച്ഛനോട് ഇതേ ചോദ്യം ചോദിച്ചപ്പോ പുള്ളി എന്നോടൊന്നും പറഞ്ഞില്ല, കരയുകയെ ചെയ്തുള്ളൂ. കാരണം അന്ന് പുള്ളി അനുഭവിച്ച ദാരിദ്ര്യവും കഷ്ടപ്പാടും എനിക്കറിയില്ലായിരുന്നു. ഇന്ന് നീ എന്നോട് ഇത് ചോദിക്കുമ്പോ എനിക്ക് നിന്നോട് ദേഷ്യമില്ല. കാരണം ഞാൻ അച്ഛനോട് ചെയ്തതിന്റെ പലിശ സഹിതമാണ് കാലം ഇന്ന് നീ എന്നിലൂടെ എന്നോട് ചോദിക്കുന്നത്. അച്ഛന്റെ വാക്കുകളിലെ ശാന്തതയും എന്നാൽ അതിലടങ്ങിയ വലിയൊരു സത്യവും സായുജനെ പെട്ടെന്ന് നിശബ്ദനാക്കി. അവൻ അച്ഛന്റെ മുഖത്തേക്ക് നോക്കി. അവിടെ ദേഷ്യത്തിന് പകരം പശ്ചാത്താപത്തിന്റെ നനവായിരുന്നു. സായുജെ, കാലം ഒരു വലിയ കണ്ണാടിയാണ്. നമ്മൾ എന്ത് കാണിക്കുന്നോ അതുപോലെ നമുക്ക് മുന്നിലേക്ക് തിരിച്ചു കാണിച്ചു തരും. നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന വേദനകൾ ഒരു നാൾ അതേപടി നമ്മുടെ മുന്നിലെത്തും. കാലം കണക്ക് ചോദിക്കാത്ത ഒരു കാര്യവുമില്ല ഈ ഭൂമിയിൽ. സേതുരാമൻ പറഞ്ഞു നിർത്തി. സായുജിന് തന്റെ തെറ്റ് മനസ്സിലാവുകയായിരുന്നു. അവന് വാക്കുകൾ കിട്ടിയില്ല. അവൻ പതുക്കെ അച്ഛന്റെ കൈകളിൽ പിടിച്ചു. ആ കണ്ണുകളിൽ ചെറിയൊരു പശ്ചാത്താപത്തിന്റെ തിളക്കമുണ്ടായിരുന്നു. മുറ്റത്തെ മരത്തിൽ നിന്നും ഒരു പഴുത്ത ഇല താഴേക്ക് വീണു. പുതിയൊരു ഇല അവിടെ തളർത്തു വരുന്നുണ്ടായിരുന്നു. എല്ലാം കണ്ടുകൊണ്ട് കാലം സാക്ഷിയായിരുന്നു. ശബ്ദം കാലം സാക്ഷി. രചന അനിൽ. ലഘു പ്രഭാഷണമാണിനി. ഒരു ഫുട്ബോൾ വസന്തം പടിയിറങ്ങുമ്പോൾ. അവതരണം ഫുട്ബോൾ വസന്തം പടിയിറങ്ങുമ്പോൾ. ലോകമാകെ ആവേശക്കടൽ തീർത്ത ഫുട്ബോൾ മാമാങ്കം കുടിയിറങ്ങി.